ഹായ്, നമ്മൾ ജീവിക്കുന്നത് 4 മേഖലകളിൽ കൂടിയാണ്. ഈ ഒരു മേഖലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പണവുമായി ഒരുപാട് ബന്ധപ്പെട്ടതാണ്. അതിന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് MEPS. ഒരു മെൻ്റൽ വേൾഡ് നമുക്കുണ്ട്. ആ ഒരു മെൻ്റൽ വേൾഡിലാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്. പിന്നെ രണ്ടാമത് നമ്മുടെ ഇമോഷണൽ വേൾഡ് ഉണ്ട്. വൈകാരികമായ ഒരു ലോകം നമുക്കുണ്ട്. ഏതൊരു കാര്യം കേട്ട് കഴിഞ്ഞാലും നമ്മൾ വൈകാരികമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ട്. സോ ആ ഒരു വേർഡാണ് ഇമോഷണൽ വേൾഡ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ സ്പിരിച്വൽ വേൾഡ്, നമ്മുടെ ദൈവികമായിട്ടുള്ളൊരു വേർഡ്. സോ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാകാറുണ്ട്. സോ ഈ ഒരു 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മെൻ്റൽ വേൾഡ്, ഇമോഷണൽ വേൾഡ്, സ്പിരിച്വൽ വേൾഡ്. ഈ 3 വേൾഡിൻ്റെയും ഒരു റിസൾട്ടാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും നമ്മുടെ ആന്തരികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ആന്തരികത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ കാണുന്നത്. സോ നമ്മൾ ഓരോരുത്തരെയും നോക്കുന്ന സമയത്ത് ഫിസിക്കൽ വേൾഡിൽ അവരുടെ മെൻ്റലിൻ്റെ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും സ്പിരിച്വലിൻ്റെ ആണെങ്കിലും ഒരു കോമ്പിനേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് പണവുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ വേൾഡിനെ ശരിയാക്കാനായിട്ട് നോക്കുക. സോ ഇന്നർ വേൾഡിനെ ശരിയാക്കുന്ന സമയത്ത് നമ്മുടെ ഔട്ടർ വേൾഡുകൾ വളരെയധികം സ്മൂത്തായിട്ട് പോകും. നിങ്ങൾ മറക്കരുത് MEPS. താങ്ക് യു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.